മർക്കോസ് സുവിശേഷകൻ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഈശോയുടെ രൂപാന്തരീകരണം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. 6 ദിവസങ്ങൾക്ക് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ചില സ്വകാര്യ അനുഭവങ്ങൾ മലമുകളിൽ വെച്ചാണ് ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുക. ചില ദൈവാനുഭവങ്ങളൊക്കെ അവിടെയാണ് സംഭവിക്കുക. ഒരു സമതലത്തിൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ വലിയ തിരക്കിനിടയിലല്ലോ ഇതൊക്കെ സംഭവിക്കുക. എന്നെ വലിയ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിൻ്റെ സൂചന മറ്റൊന്നുമല്ല, മലയനുഭവത്തിൽ ക്രിസ്തു മാറുകയാണ്. ഇവിടെ നിന്ന്, ഈ ജനക്കൂട്ട അനുഭവത്തിൽ നിന്ന് സ്വർഗീയ അനുഭവം ലഭിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ചില കൊഴിച്ചിലുകൾ നടത്തണം, ചില ബന്ധങ്ങൾ അറ്റുകളയണം. അത് മലയിലേക്ക് കയറണം. മല ദൈവാനുഭവം, ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒറ്റയ്ക്കായിരിക്കുന്ന ഇടങ്ങളിലാണ്, ദൈവവുമായി ഒറ്റയ്ക്കായിരിക്കുന്ന ഇടങ്ങളിലാണ് രൂപാന്തരീകരണം ഉണ്ടാവുക, മാറ്റങ്ങൾ ഉണ്ടാവുക, ജീവിതത്തിൽ ചലനങ്ങൾ ഉണ്ടാവുക. സ്നേഹമുള്ളവരെ, ബഹളങ്ങൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ആൾക്കൂട്ടങ്ങൾ ആരാണ് ഇഷ്ടമില്ലാത്തത്? ആ ഒരു തിരക്ക് കഴിയുമ്പോൾ സത്യത്തിൽ ആ തിരക്കിനിടയിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ തോന്നാറില്ല. കാരണം എന്തറിയോ? നമ്മൾ ആ ബഹളത്തിന് വേണ്ടി ഉള്ളവരല്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ ആൾക്കൂട്ടത്തിൻ്റെ അകത്ത് പെടേണ്ടവരല്ല എന്നതാണ് നമ്മുടെ ആത്മീയ ജ്ഞാനം നമുക്ക് തരുന്ന ധ്യാനം. കാരണം നമ്മൾ മാമോദീസായാൽ വേർതിരിക്കപ്പെട്ടവനാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ആത്മീക രഹസ്യങ്ങൾ ഗ്രഹിക്കേണ്ടവനാണ്. ആ ജ്ഞാനം എന്നിലുള്ളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റിലേക്ക് അടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഞാൻ ഈ സ്ഥലത്തിന് ചേരേണ്ടവനല്ല, ഞാൻ അവിടെ നിന്ന് മാറേണ്ടവനാണ് എന്നുള്ള രഹസ്യം എന്നിലേക്ക് വരികയാണ്. ക്രിസ്തു മലയിലേക്ക് മാറി രൂപാന്തരപ്പെടുക. സ്നേഹമുള്ളവരെ, ഈ തിരക്കിനിടയിൽ ഒന്ന് മാറി നിൽക്കാൻ, ഒന്ന് മലയിലേക്കൊന്ന് കയറാൻ, ഒരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ അവനോടൊപ്പം ഇരിക്കാനൊക്കെ തയ്യാറായാൽ വലിയ രൂപാന്തരീകരണം എൻ്റെ ജീവിതത്തിലും സ്വർഗം സമ്മാനിക്കുമെന്നത് വചനം നൽകുന്ന ഉറപ്പാണ്. കൃപയുള്ളതാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.